ഒരു ദിവസം പെട്ടെന്ന് ലോകത്തിലെ എല്ലാ ആളുകളും അപ്രത്യക്ഷരായി. ഈ മനുഷ്യൻ മാത്രമാണ് ഭൂമിയിൽ ഒറ്റപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ താൻ ഈ ലോകത്ത് തനിച്ചാണെന്ന് അയാൾക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. എല്ലാ ദിവസവും പോലെ അവൻ രാവിലെ ഉണർന്നു തയ്യാറായി ഓഫീസിലേക്ക് പോകാൻ തുടങ്ങി. വഴിയിൽ അയാൾക്ക് പെട്രോൾ ആവശ്യമായിരുന്നു. അതിനാൽ അവനൊരു പെട്രോൾ പമ്പിൽ നിർത്തി. പക്ഷേ അവിടെ ആരെയും കണ്ടില്ല. അല്പം വിഷമിച്ചതിനാൽ അയാൾ അടുത്തുള്ളൊരു ഗ്യാരേജിലേക്ക് പോയി. പക്ഷേ അവിടെയും ആരെയും കണ്ടില്ല. ഇതെല്ലാം കണ്ട് അയാൾ നിശബ്ദനായിപ്പോയി. റോഡിൽ മുന്നോട്ട് നീങ്ങിയപ്പോൾ വഴിയിൽ ആരെയും കണ്ടില്ല. ഇപ്പോൾ അയാൾ വിഷമിക്കാൻ തുടങ്ങി. അയാൾ ഒരു വീടിനടുത്തെത്തി. ഒരു നിമിഷം ആലോചിച്ച ശേഷം ഒരു ജനലിന്റെ ഗ്ലാസ് തകർത്ത് അകത്തേക്ക് പോയി. പക്ഷേ ആ വീടും പൂർണ്ണമായും ശൂന്യമായിരുന്നു. അയാൾ ഒരു കിടക്കയിൽ തൊട്ടപ്പോൾ ആരോ ഇപ്പോൾ പോയതുപോലെ അവിടെ ഇപ്പോഴും അല്പം ചൂടുണ്ടെന്ന് അയാൾക്ക് തോന്നി. ഇത് കണ്ട് അയാൾ അല്പം ഭയന്നുപോയി. നഗരത്തിലെത്തിയപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. നഗരം മുഴുവൻ പൂർണ്ണമായും ശൂന്യമായിരുന്നു. എല്ലായിടത്തും നിശബ്ദത മാത്രമായിരുന്നു. തകർന്ന ഒരു വിമാനത്തിനടുത്ത് അയാൾ തന്റെ കാർ നിർത്തി. അവിടെ ഒരു മൃതദേഹം കണ്ടെത്തുമെന്ന് കരുതി. പക്ഷെ ഒന്നുമില്ല. ഇപ്പോൾ അയാൾ ഓഫീസിലെത്തി എല്ലായിടത്തും ഫോൺ വിളിക്കാൻ തുടങ്ങി. പക്ഷെ മറുപടിയില്ല. പിന്നെ അയാൾ ഒരു റേഡിയോ സ്റ്റേഷനിൽ പോയി അവിടെ പ്രഖ്യാപിച്ചു, ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക. ഇതിനുശേഷം അയാൾ ഒരു പോലീസ് കാറിൽ കയറി മൈക്കിൽ അലക വിളിച്ചുകൊണ്ട് എല്ലാ തെരുവുകളിലും പോയി. എല്ലാ രാത്രിയും നഗരത്തിലെ തെരുവുകളിൽ അലറി വിളിച്ചുകൊണ്ട് അയാൾ അലറി വിളിച്ചു. പക്ഷെ ആരെയും കണ്ടെത്തിയില്ല. മാസങ്ങളോളം അയാൾക്ക് മറുപടി ലഭിച്ചില്ല. ഇപ്പോൾ ലോകത്ത് അവശേഷിക്കുന്നത് താനാണെന്ന് അയാൾക്ക് ബോധ്യമായി. നഗരത്തിലെ ഏറ്റവും വലുതും ആഡംബരപൂർണവുമായ വീട് അയാൾ സ്വയം തിരഞ്ഞെടുത്തു. ഒരു ഷോറൂമിൽ നിന്ന് ഏറ്റവും വില കൂടിയ കാർ അയാൾ വാങ്ങി. മോളിൽ നിന്നുള്ള ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങി. അയാൾക്ക് ചെയ്യാൻ തോന്നിയത് എന്തും അയാൾ ചെയ്തു. ചിലപ്പോൾ അയാൾ ട്രെയിൻ ഓടിച്ചു, ചിലപ്പോൾ ഒഴിഞ്ഞ ക്ലബ്ബിൽ പോയി ആസ്വദിച്ചു. പതുക്കെ അയാൾ തന്റെ പൂർത്തീകരിക്കാത്ത സ്വപ്നങ്ങളെല്ലാം നിറവേറ്റി. എന്നാൽ താമസിയാതെ അയാൾക്ക് ഈ കാര്യങ്ങളിലും മടുപ്പ് തോന്നി തുടങ്ങി. ഇപ്പോൾ ഏകാന്തതയിൽ അസ്വസ്ഥനായ അയാൾ പതുക്കെ ഭ്രാന്തനാകാൻ തുടങ്ങി. അയാളുടെ പെരുമാറ്റം വിചിത്രമായി. ചിലപ്പോൾ അയാൾ പെൺകുട്ടികളുടെ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു, ചിലപ്പോൾ ഒരു ഷോട്ട് ഗൺ ഉപയോഗിച്ച് സാധനങ്ങൾ തകർത്തു. അതും തൃപ്തികരമല്ലാതായപ്പോൾ അയാൾ ഒരു ട്രാക്ടർ എടുത്തത് കടകൾ പൊളിക്കാൻ തുടങ്ങി. ഇപ്പോൾ അയാളുടെ ജീവിതം പൂർണ്ണമായും ശൂന്യവും വിഷാദകരവുമായി. അങ്ങനെ അയാൾക്ക് ജീവൻ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് തോന്നി. പക്ഷേ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ എന്തോ ചിന്തിച്ചതിന് ശേഷം അയാൾ പെട്ടെന്ന് നിന്നു. ഒരു ദിവസം അയാൾ തന്റെ വീട്ടിലിരിക്കുമ്പോൾ എന്തോ ചലനം അനുഭവപ്പെട്ടു. അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ അത് മറ്റാരുമല്ല, ഒരു പെൺകുട്ടിയാണെന്ന് അയാൾ കണ്ടു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ ഒരു മനുഷ്യനെ കണ്ടു. അതിനാൽ അയാൾ ഓടിച്ചെന്ന് പെൺകുട്ടിയെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.